ഇവിടെ എനിക്കൊരു കൂട്ടുണ്ട്, ഞാൻ പ്രൊട്ടക്റ്റഡ് ആണെന്ന് എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ അമ്മ ഉള്ളതുകൊണ്ടാണ്. മനസ്സിൽ വിചാരിച്ചതും മനസ്സിൽ വിചാരിക്കാത്തതിനെക്കാട്ടിലും വലിയ വലിയ അത്ഭുതങ്ങളാണ് എനിക്ക് ദേവിയുടെ അനുഗ്രഹത്താൽ കിട്ടിയത്. നമ്മൾ ദേവിയുടെ അടുത്ത് താമ്പൂലം സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ കാര്യം നമുക്ക് സാധിക്കാറുണ്ട്. റേഷൻ കാർഡ് മീഡിയ ക്ഷേത്രസന്നിധിയുടെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നമസ്കാരം. നമ്മളിന്ന് എത്തിച്ചേർന്നിട്ടുള്ളത് എറണാകുളം ജില്ലയിൽ നോർത്ത് കളമശ്ശേരിയിലുള്ള പാതിരക്കാട്ടുകാവ് ശ്രീ വനദുർഗ ക്ഷേത്ര സന്നിധിയിലാണ്. ക്ഷേത്ര ദർശനത്തിന് ശേഷം ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാം. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള അതിപുരാതനമായ ഒരു ക്ഷേത്രമാണ് പാതിരക്കാട്ടുകാവ് ശ്രീ വനദുർഗ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ശ്രീ വനദുർഗ ദേവിയാണ്. മേൽക്കൂരയില്ലാത്ത ചതുര ശ്രീകോവിലിനുള്ളിൽ പ്രകൃതിയോടിണങ്ങി കിഴക്കോട്ട് ദർശനമായാണ് ഈ ദേവി ഇവിടെ കുടികൊള്ളുന്നത്. ഈ ദേവിയോടൊപ്പം തന്നെ തുല്യ പ്രാധാന്യത്തിൽ ക്ഷേത്രത്തിൻ്റെ തെക്കു ഭാഗത്തായി ശ്രീകോവിലില്ലാതെ ഒരു വൃക്ഷച്ചുവട്ടിൽ പ്രകൃതിയോടിണങ്ങി വൃക്ഷലതാദികൾക്കുള്ളിൽ കിഴക്കോട്ട് ദർശനമായി ശ്രീ വടയക്ഷി അമ്മയുടെ പ്രതിഷ്ഠയുമുണ്ട്. ഈ യക്ഷിയമ്മ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വലിയൊരു വടവൃക്ഷത്തിൻ്റെ ചുവട്ടിലായിരുന്നു കുടികൊണ്ടിരുന്നത്. പിന്നീട് ആ വടവൃക്ഷം നാശോന്മുഖമായി തീർന്നതാണ്. ഇപ്പോഴും ഈ യക്ഷിയമ്മ ഈ വൃക്ഷലതാദികൾക്കുള്ളിലാണ് കുടിയിരിക്കുന്നത്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഈ ഭൂപ്രദേശത്ത് വനങ്ങളിൽ മാത്രം കണ്ടുവന്നിരുന്ന വലിയ വൃക്ഷങ്ങൾ വളർന്നു നിന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വൃക്ഷങ്ങൾ നിറഞ്ഞ ഈ കാവിലേക്ക് വരുവാൻ എല്ലാവരും ഭയപ്പെട്ടിരുന്നു. അതുമാത്രമല്ല, പണ്ട് കാലത്ത് പാതിരാത്രികളിൽ ഈ പ്രദേശത്ത് ദേവിയുടെ സാന്നിധ്യം കണ്ട് തിരിച്ചറിഞ്ഞ നാട്ടുകാർ ഈ കാവിനെ വിളിച്ച പേരാണ് പാതിരാക്കാട്ടുകാവ്. ഇന്ന് ഈ ക്ഷേത്രത്തിൽ ഉപപ്രതിഷ്ഠകളായി വനദുർഗാദേവി ക്ഷേത്രത്തിൻ്റെ ചുറ്റമ്പലത്തിനകത്ത് തെക്ക് പടിഞ്ഞാറേ മൂലയിൽ ഒരു ശ്രീകോവിലിനകത്ത് ശ്രീ അയ്യപ്പൻ, മഹാഗണപതി എന്നിവരെ കിഴക്കോട്ട് ദർശനമായി പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ക്ഷേത്ര ചുറ്റമ്പലത്തിന് പുറത്ത് വടക്ക് കിഴക്കേ മൂലയിൽ ഒരു ശ്രീകോവിലിനകത്ത് ശ്രീ മഹാദേവനും, ശ്രീ മഹാദേവന്റെ ശ്രീകോവിലിന് ഇടതുഭാഗത്തായി മറ്റൊരു ശ്രീകോവിലിനകത്ത് ശ്രീഭദ്രകാളിയും, ക്ഷേത്രത്തിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് മറ്റൊരു ശ്രീകോവിലിനകത്ത് ശ്രീ നരസിംഹമൂർത്തിയും കുടികൊള്ളുന്നു. ഈ പ്രതിഷ്ഠകളെല്ലാം തന്നെ പടിഞ്ഞാറ് ദർശനമായിട്ടാണ് ഇവിടെ കുടിയിരിക്കുന്നത്. കൂടാതെ ക്ഷേത്ര ചുറ്റമ്പലത്തിന് പുറത്ത് ക്ഷേത്രത്തിൻ്റെ തെക്ക് പടിഞ്ഞാറേ മൂലയിൽ ഒരു തറയിൽ നാഗരാജാവ്, നാഗയക്ഷി, ബ്രഹ്മരക്ഷസ് എന്നിവരെയും കിഴക്കോട്ട് ദർശനമായി പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ഇത്രയുമാണ് പാതിരാക്കാട്ടുകാവ് ശ്രീ വനദുർഗ ക്ഷേത്രത്തിലെ ഉപപ്രതിഷ്ഠകൾ. പാതിരാക്കാട്ടുകാവ് ശ്രീ വനദുർഗ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ശൈവ, വൈഷ്ണവ, ശാക്തേയ, യക്ഷി സങ്കല്പങ്ങളെ തുല്യ പ്രാധാന്യത്തോടെ ഇവിടെ ആരാധിച്ചു വരുന്നു എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഭാരതത്തിലെ ഏക ക്ഷേത്രമെന്ന പ്രത്യേകതയോടെ ഈ ക്ഷേത്രം ഇവിടെ നിലകൊള്ളുന്നു. അതുമാത്രമല്ല, ഈ ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ വടയക്ഷി അമ്മയുടെ തിരുനടയിൽ ഭക്തജനങ്ങൾ സമർപ്പിക്കുന്ന താമ്പൂല സമർപ്പണ വഴിപാട്. ഉദ്ദിഷ്ടകാര്യ സിദ്ധിക്കും ധനധാന്യ സമ്പൽ സമൃദ്ധിക്കും സുഖജീവിതത്തിനും ദാമ്പത്യ ദൃഢതയ്ക്കും സൗന്ദര്യവർദ്ധനവിനും ഈ താമ്പൂല സമർപ്പണ വഴിപാട് യക്ഷി അമ്മയ്ക്ക് സമർപ്പിക്കുന്നത് അത്യുത്തമമായതുകൊണ്ട് തന്നെ ഈ താമ്പൂല സമർപ്പണ വഴിപാട് സമർപ്പിക്കുന്നതിനായി നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും നിരവധി ഭക്തജനങ്ങളാണ് ഈ പാതിരക്കാട്ടുകാവ് ശ്രീ വനദുർഗ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. തുടർച്ചയായി 7 വെള്ളിയാഴ്ചകളിൽ താമ്പൂല സമർപ്പണം നടത്തി ഉദ്ദിഷ്ടകാര്യസിദ്ധി നേടിയവർ ഏറെയാണ്. അതുകൂടാതെ കുടുംബ ഐശ്വര്യത്തിനും സാമ്പത്തിക അഭിവൃദ്ധിക്കും ശ്രീ വനദുർഗ ദേവിക്ക് നെയ്വിളക്കും രാഹുദോഷ നിവാരണത്തിനായി നാരങ്ങ വിളക്കും ഭക്തജനങ്ങൾ സമർപ്പിച്ചു വരുന്നു.
വീട് ആലപ്പുഴയാണ്. അപ്പം ഞാനൊരു 1.5 വർഷം മുന്നേ ഇവിടെ ഒരു എനിക്ക് പേഴ്സണലി കുറച്ച് ബുദ്ധിമുട്ടുള്ള സമയത്താണ് ഇവിടെ തേടി പിടിച്ച് വന്നതാണ്. അതിനുശേഷം ഞാൻ ഇതുപോലെ വേറൊരു സ്ഥലത്തു നിന്ന് എറണാകുളത്ത് വന്നിട്ടുള്ള ഒരാളാണ്. അന്ന് മുതൽ എനിക്ക് ശരിക്കും ഒരു പ്രൊട്ടക്ഷൻ പോലെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ എന്തുകൊണ്ടെങ്കിലും ഇവിടെ തന്നെ വരാറുണ്ട്. എല്ലാ വീക്സിലും മിക്കപ്പോഴും വന്നിട്ടുണ്ട്. വേറെ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നം എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ വരാതിരുന്നിട്ടുള്ളൂ. അല്ലാതെ എപ്പോഴും ഇവിടെ വരാറുണ്ട്, എല്ലാ ആഴ്ചയിലും വരാറുണ്ട്. പിന്നെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ താമ്പൂല സമർപ്പണമുണ്ട്, അതും ഞാൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ നല്ലതായിട്ട് ആഗ്രഹിച്ച് അത്ര വിശ്വാസത്തോടെ നമ്മൾ താമ്പൂലം സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് തരുന്നതാണ് വിശ്വാസം. എനിക്ക് വിശ്വാസമുണ്ട്, അനുഭവമുണ്ട്. അത് കാരണം ഞാൻ ഇന്നിപ്പോൾ ഓൾറെഡി ഒരു വട്ടം ഞാൻ കംപ്ലീറ്റ് ചെയ്തു. എനിക്ക് എൻ്റെ വിഷസ് കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ഇത് സെക്കൻഡ് ടൈം ഞാൻ പിന്നെയും വന്ന് ആ ഒരു റിച്വൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ ഭയങ്കര സമാധാനത്തിനും പിന്നെ എൻ്റെ എല്ലാ ആഗ്രഹത്തിനും പിന്നെ ഇവിടെ എനിക്കൊരു കൂട്ടുണ്ട്. ഞാൻ പ്രൊട്ടക്റ്റഡ് ആണെന്ന് എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ അമ്മ ഉള്ളതുകൊണ്ടാണ്. ഞാൻ 1969 ഈ അമ്പലം കയറി ഇറങ്ങണതാണ്. ഞാൻ വരുമ്പോൾ ഈ മുറ്റത്തൊരു ചെറിയ തറ മാത്രമേ ഉണ്ടായുള്ളൂ. ആ തറയിൽ കൂടി നിന്നാണ് ഇവിടെ വന്നിട്ടുള്ള തിരുമേനിമാരുടെ ഒരു കഴിവുകൊണ്ടൊക്കെയാണ് ഇങ്ങനെയൊക്കെ കെട്ടിപ്പൊങ്ങിയതും വലിയ അമ്പലങ്ങളൊക്കെ ആയത്. അന്ന് തുടങ്ങി എനിക്ക് നല്ല അനുഭവമുണ്ട് ഈ അമ്മനെ കൊണ്ട്. എൻ്റെ മക്കൾക്ക് പഠിപ്പിച്ച്, അച്ഛനില്ലാതെ അച്ഛൻ വെച്ചിട്ട് 34 വർഷം കഴിഞ്ഞു. മക്കളെ വളർത്തി 3 പേരെയും വളർത്തി പഠിപ്പിച്ച് ജോലിയായി, 3 ആൾക്കും ജോലിയായി. അങ്ങനെ ഇന്ന് അവർക്ക് ജോലി കിട്ടാൻ വേണ്ടി ഞാൻ അമ്മക്ക് വടയക്ഷമ്മക്ക് താമ്പൂലം വെച്ച് പ്രാർത്ഥിച്ച് എനിക്കും ഒരുപാട് അനുഭവങ്ങളുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ട് ഈ അമ്പലത്തിൽ എൻ്റെ അമ്മ ഇപ്പോഴും എന്നെ എണീപ്പിച്ച് വളർത്താൻ. എനിക്ക് ആക്സിഡൻറ്റ് പറ്റി, അറ്റാക്ക് വന്ന് എല്ലാം കഴിഞ്ഞാണ് എന്നെ അമ്മയാണ് എണീപ്പിച്ച് ഇപ്പോഴും നടത്തുന്നത്. എന്നും രാവിലെ ഒരു പുഷ്പം കൊണ്ടുവന്ന് വെക്കും അമ്മക്ക്. ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് അമ്മനെ കൊണ്ടുണ്ടായിട്ടുണ്ട്. എൻ്റെ അനുഭവത്തിൽ ഒരുപാട് അനുഭവങ്ങളുണ്ട്. എന്താണെന്ന് വെച്ചാൽ പാതിരക്കാവ് അമ്പലം എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ട്, എന്നാലും ഇത്രയും പ്രസക്തി എനിക്ക് ഉള്ളതായിട്ട് അറിയത്തില്ല. ഞാനിങ്ങനെ ജോലി സ്ഥലത്ത് അന്വേഷിച്ച് ഇവിടെ വന്നു കഴിഞ്ഞപ്പം പലരും വരുന്നുണ്ട്. അമ്പലം ചെറുതാണ്, എന്നാൽ അമ്പലം ചെറുതാണെങ്കിലും ദേവിയുടെ ഒരു ചൈതന്യം മഹാ അത്ഭുതമാണ്. എവിടെ ചെല്ലാലും ഓരോരുത്തരും മുട്ടിറക്കലും വഴിപാടും പുഷ്പാഞ്ജലി അങ്ങനെ ഒരിക്കലും ഈ താമ്പൂല കൊടുക്കുന്ന ഒരു പ്രശ്നം ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് എൻ്റെ ജീവിതത്തിൽ. അതുണ്ട് 7 ആഴ്ച മുടങ്ങാതെ താമ്പൂലം കൊടുത്ത ഉദ്ദേശിച്ച കാര്യം സാധിക്കുന്നു. ഞാനും ആ വിശ്വാസത്തിൻ്റെ പേരിൽ അത് കൊടുത്തു കഴിഞ്ഞപ്പോൾ എനിക്കും അതേപോലെ ഒരുപാട് അനുഭവങ്ങൾ വന്നു. മനസ്സിൽ വിചാരിച്ചതും മനസ്സിൽ വിചാരിക്കാത്തതിനെക്കാട്ടിലും വലിയ അത്ഭുതങ്ങളാണ് എനിക്ക് ദേവിയുടെ അനുഗ്രഹത്താൽ കിട്ടിയത്. ഞാനിവിടെ പാതിരാക്കാട്ട് കാവിൽ ആദ്യമായിട്ടാണ് വരുന്നത്. വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ഫ്രണ്ടിൻ്റെ കൂടെ വന്നതാ, അപ്പോഴറിഞ്ഞത് ഇങ്ങനൊരു സ്പെഷ്യാലിറ്റി ഉള്ളൊരു അമ്പലമാണ്. അപ്പം വന്നു കഴിഞ്ഞപ്പോൾ ഒരു പീസ്ഫുൾ ആംബിയൻസ് ആണ്. അങ്ങനെ മൊത്തത്തിലൊരു പീസ് ഓഫ് മൈൻഡ് കിട്ടി. ആൻഡ് വന്നു കഴിഞ്ഞപ്പോഴാണ് ഇവിടെ ഒരു റിച്വൽ ഉണ്ടെന്ന് അറിഞ്ഞത്, വടയക്ഷിക്ക് താമ്പൂല സമർപ്പണം. പാതിരക്കാട്ട് കാവ് അമ്പലത്തിൽ ഏറ്റവും കൂടുതൽ വടയക്ഷിക്കാണ് താമ്പൂല സമർപ്പണം ചെയ്യാനായിട്ടാണ് ആൾക്കാർ, ഭക്തജനങ്ങൾ ഇവിടെ വരുന്നത്. അങ്ങനെ ഞാനും ഇവിടെ 2 പ്രാവശ്യം വന്നു. അതുപോലെ തന്നെ താമ്പൂല സമർപ്പണം ചെയ്തു. അത് കഴിഞ്ഞ് 3ാമത്തെ പ്രാവശ്യം ഒരു പാർട്ട് ടൈം ജോലി എനിക്ക് വളരെ അത്യാവശ്യമായിരുന്നു. ഞാൻ അത്രയ്ക്ക് പ്രതിസന്ധിയിൽ ഇരിക്കുന്ന സമയത്ത് എനിക്ക് ഒരു ജോലി, പാർട്ട് ടൈം ജോലി ആവശ്യമായിരുന്നു. അങ്ങനെ ഞാൻ തൊഴുത് എനിക്കിവിടെ ഒരു ചെറിയ പാർട്ട് ടൈമായിട്ട് എവിടെയെങ്കിലും ഒരു ജോലി കിട്ടണമെന്നും പറഞ്ഞ് പ്രാർത്ഥിച്ച് പോകുമ്പോൾ എന്നെ ഇവിടെ കഴകായിട്ട് പോസ്റ്റ് ചെയ്യാനായിട്ട് ഇവിടുന്ന് ഉത്തരവാദിത്തപ്പെട്ട 1-2 പേര് വിളിക്കുകയുണ്ടായി. എനിക്കത് വളരെ വളരെ ആശ്വാസമാണ്. കാരണം ഒരു പാർട്ട് ടൈം ജോലി ഇവിടെ വേണമെന്ന് ഞാൻ താമ്പൂല സമർപ്പണം ചെയ്യാൻ വന്നപ്പം അത് ഉദ്ദേശിച്ചാണ് വന്നത്. അപ്പോൾ അതെനിക്ക് ഈ അമ്പലത്തിൽ തന്നെ ദേവീനെ നിത്യേന തൊഴാനും അതുപോലെ തന്നെ നമ്മുടെ സങ്കടങ്ങൾ ദേവിയോട് പറയാനുമായിട്ടുള്ള ഒരു അവസരം ദേവിയായിട്ട് തന്നെ എനിക്ക് തന്നു. അതെനിക്ക് വളരെ ഒരു അനുഭവമാണ്. പാതിരാക്കാട്ടുകാവ് ശ്രീ വനദുർഗ ക്ഷേത്രത്തിൽ എല്ലാ വെള്ളിയാഴ്ചകളും വന്ന് പ്രാർത്ഥിക്കാറുള്ള ഒരാളാണ് ഞാൻ. താമ്പൂല സമർപ്പണമാണ് നമ്മളിവിടെ പ്രധാനമായിട്ടുള്ള വഴിപാട് നമ്മൾ ചെയ്യാറ്. അപ്പോൾ നമുക്ക് എന്തൊരു ആഗ്രഹ സാധ്യത്തിന് വേണ്ടിയിട്ടും എന്ത് കാര്യം നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് നമ്മൾ ദേവിയുടെ അടുത്ത് താമ്പൂലം സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ കാര്യം നമുക്ക് സാധിക്കാറുണ്ട്. ഞാനൊരു റെസ്റ്റോറൻറ്റ് ബിസിനസ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് ചലഞ്ചസ് കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ദേവിയുടെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കുമ്പോൾ അതിനൊക്കെ ഒരു സൊല്യൂഷൻസ് നമുക്ക് കിട്ടാറുണ്ട്. ഒരു പോസിറ്റീവ് ഫീലാണ് നമുക്ക് കിട്ടുന്നത്. വളരെ എന്താ പറയുക, നമ്മൾ ആത്മീയമായിട്ട് നമുക്ക് ഭയങ്കര ഒരു ഹാപ്പിനെസ്, നമ്മൾ സ്ഥിരമായിട്ട് വന്ന് പോകുമ്പോൾ ഭയങ്കര ഒരു ഹാപ്പിനെസ്സും ഒരു പോസിറ്റീവ് ഫീലും എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു സ്പിരിച്വൽ സപ്പോർട്ട് നമുക്ക് കിട്ടുന്ന ഒരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ട്. അമ്മയാണ് ഇപ്പോൾ ശരിക്കും എൻ്റെ എല്ലാം എന്ന് പറയാം ഞാൻ. കാരണം നമ്മളെന്ത് മനസ്സുകൊണ്ട് അമ്മയെ നല്ല കാര്യങ്ങൾ നല്ല മനസ്സോടുകൂടി അമ്മയുടെ അടുത്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
അത് നമുക്ക് സാധിക്കും എന്നുള്ള ഒരു വിശ്വാസമാണ്. അതിനകത്ത് എത്ര ആളുകൾ നമ്മളെ എതിർക്കാൻ വന്നാലും, എത്ര ആളുകൾ നമുക്ക് പ്രതികൂലമായിട്ട് എന്തൊക്കെ ചെയ്താലും, പക്ഷെ അതെല്ലാം മാറ്റി നമുക്ക് നല്ല ഒരു ജീവിതവും നല്ല ഒരു സൗഭാഗ്യവും നമുക്ക് തരും. നമസ്തേ, ഓം ശ്രീ ദുർഗാദേവിയെ നമഃ. ഞാൻ കാസർഗോഡാണ്. ആയതുകൊണ്ട് മലയാളത്തിൽ ചെറിയ വേരിയേഷൻസ് വ്യത്യാസങ്ങളുണ്ടാവും. പാതിരാകാട്ട് അമ്മയുടെ മേൽശാന്തിയായിട്ട് 4-5 മാസം കൊണ്ട് ഞാൻ ഇവിടെ സേവനം ചെയ്യുന്നുണ്ട്. ഇവിടെ പാതിരാകാട്ടും മഹാദേവി ക്ഷേത്രത്തിൽ ഇവിടെ വനദുർഗയാണ് പ്രാധാന്യം. അതിൻ്റെ ഒപ്പം തന്നെ തുല്യമായിട്ട് വടയക്ഷി അമ്മയുടെ പ്രതിഷ്ഠയുണ്ട്. ഇവിടെ ദേവിയുടെ നടയിൽ കൂട്ടുപായസം, പിഴിഞ്ഞ പായസം, കടും പായസം, എല്ലാ പ്രാധാന്യമായ വഴിപാടുകളും. വടയക്ഷമ്മയിൽ വെള്ളിയാഴ്ച താമ്പൂല നിവേദ്യം, അതിൻ്റെ കൂട്ടത്തിൽ പാൽപ്പായസ നിവേദ്യം, കടും പായസ നിവേദ്യം, ഇതെല്ലാം പ്രാധാന്യമായിട്ടുള്ളതാണ്. അല്ലാതെ ഈ ക്ഷേത്രത്തിൽ ശിവനും നരസിംഹമൂർത്തിയും ഭദ്രകാളിയുടെ പ്രതിഷ്ഠയുമുണ്ട്. ചൊവ്വാഴ്ച ഭദ്രകാളിക്ക് വൈകിട്ട് ഭദ്രകാളി പൂജയും കൈവട്ട ഗുരുതിയും പ്രാധാന്യമാണ്. തിങ്കളാഴ്ച ശിവനെ പ്രാധാന്യമായി പൂജയും, വ്യാഴാഴ്ച നരസിംഹസ്വാമിക്കും പാൽപ്പായസ നിവേദ്യവും സ്പെഷ്യൽ പൂജയും ഉള്ളതാണ്. അല്ലാതെ ഇവിടെ നാഗന്മാരും രക്ഷസും എല്ലാ പ്രതിഷ്ഠയുള്ളതാണ്. ആയില്യത്തിൽ നിന്ന് നാഗന്മാർക്ക് പൂജയും, വ്യാഴാഴ്ച തോറും രക്ഷസിന് പാൽപ്പായസ നിവേദ്യവും ഇതെല്ലാം ഉള്ളതാണ്. പ്രാധാന്യമായിട്ട് ഇവിടെ വെള്ളിയാഴ്ചയാണ് താമ്പൂല സമർപ്പണവും പാൽപ്പായസ നിവേദ്യവും വടയക്ഷിയമ്മയ്ക്കുള്ളത്. ഭക്തജനങ്ങൾ കൂടുതൽ ഈ വിവാഹ സംബന്ധമായിട്ടും പിന്നെ അവരവരുടെ വേറെ അവർക്ക് വന്ന ഇത് അനുസരിച്ച് അവർ ഇത് വിചാരിച്ച പോലെ നടക്കാൻ വേണ്ടിയിട്ട് ഇവർ ഇവിടെ വന്നിട്ട് ഈ താമ്പൂല നൈവേദ്യം സാധാരണ മിക്കവർക്ക് ഇവിടെ വന്ന് അവർ വിചാരിച്ച കാര്യങ്ങളെല്ലാം സിദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ 7 ആഴ്ചയോ 21 ആഴ്ചയോ അങ്ങനെ താമ്പൂലം സമർപ്പിച്ച അവർ വിചാരിച്ച എല്ലാം കാര്യങ്ങളും നടക്കുമെന്നാണ് പണ്ടോട്ടേ ഉള്ള പ്രതീതി. ഇപ്പോഴും എല്ലാവരും വന്നിട്ട് ഇവിടെ സമർപ്പിക്കുന്നുണ്ട്. എല്ലാവരുടെ അവരുടെ വിശ്വാസം അങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്. പാതിരക്കാട്ടുകാവ് ശ്രീ വനദുർഗ ക്ഷേത്രത്തിലെ വിശേഷ ദിവസങ്ങളെക്കുറിച്ച് ഇനി പറയാം. ചൊവ്വ വെള്ളി ദിവസങ്ങൾ ഈ ക്ഷേത്രത്തിൽ അതിപ്രാധാന്യത്തോടെ ആചരിച്ചു വരുന്നു. കൂടാതെ എല്ലാ മാസത്തിലെയും ആയില്യം, മലയാള മാസത്തിലെ 1-ാം തീയതി, മകരച്ചൊവ്വ, നവരാത്രി എന്നിവയെല്ലാം ഇവിടുത്തെ വിശേഷ ദിവസങ്ങളാണ്. മകരച്ചൊവ്വയ്ക്ക് ഇവിടെ ദേവിക്ക് അതിവിശേഷമായി പൊങ്കാല സമർപ്പണവും നടത്തിവരുന്നു. പാതിരാകാട്ട് ക്ഷേത്രത്തിലെ ആഴ്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം എന്ന് പറഞ്ഞാൽ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയാണ്. ചൊവ്വാഴ്ച ഭദ്രകാളി പൂജ, അതേമാതിരിയുള്ള നിവേദ്യ സമർപ്പണം, ഭക്തർ വന്നിട്ട് ഒരു വഴിപാടെല്ലാം നടത്തി പോവും. കൈവട്ട ഗുരുതിയാണ് ഭദ്രകാളിക്കുള്ള പ്രധാന വഴിപാട്. പിന്നീട് വരുന്ന വെള്ളിയാഴ്ച ദിവസം എന്ന് പറഞ്ഞാൽ വടയക്ഷിയമ്മയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. വരുന്ന ഭക്തർ ഇവിടെ വന്ന് അവരുടെ ആഗ്രഹം എന്താണെന്നുള്ളത് പറഞ്ഞിട്ട് താമ്പൂല സമർപ്പണം എന്ന് പറഞ്ഞൊരു പ്രത്യേക വഴിപാടാണ്. 7 വെറ്റിനെ ഒരടയ്ക്കാണ് ദേവസ്വത്തിൽ നിന്ന് കൊടുക്കുന്നത്. അത് ധാരാളം പേര് അവർക്ക് അനുഭവം ഉണ്ടായിട്ട് അവർ പറഞ്ഞു കേട്ട് ധാരാളം ദൂരെ നിന്നൊക്കെ ആളുകൾ വരുന്നുണ്ട്. ഇവിടെ അവരുടെ വഴിപാട് സമർപ്പിച്ചിട്ട് സായുജ്യം അടഞ്ഞ് പോകുന്നുണ്ട്. പിന്നെ ശനിയാഴ്ച എന്ന് പറഞ്ഞാൽ അയ്യപ്പൻ്റെ പ്രതിഷ്ഠയുണ്ട്. അയ്യപ്പന് നീരാഞ്ജനം വഴിപാട് സമർപ്പിക്കും. തിങ്കളാഴ്ച ദിവസം അത് ശിവന് ധാര മുതലായ കാര്യങ്ങൾ. നരസിംഹമൂർത്തി വ്യാഴാഴ്ച പാൽപ്പായസം നിവേദ്യം ഇതെല്ലാം കൊടുക്കുന്നുണ്ട്. ഇതാണ് ആഴ്ചയിലുള്ള പ്രധാനപ്പെട്ട ദിവസം. പിന്നെ മാസത്തിലവരാണെങ്കിൽ ഈ കർക്കിടക മാസം നമ്മൾ ഈ കർക്കിടകം മുഴുവനും അതിനുള്ള രാമായണ പാരായണം രാവിലെ നടത്തും. മാതൃസമിതിയുടെ വനിതകൾ വന്നിട്ട് രാവിലെ 1 മണിക്കൂർ രാമായണ പാരായണം. അതിനുശേഷം ലാസ്റ്റ് ദിവസം പുറത്തുനിന്ന് ആചാര്യം വന്ന് സമ്പൂർണ്ണ രാമായണം, അഖണ്ഡ രാമായണം രാവിലെ മുതൽ വൈകുന്നേരം വരെ വായിച്ച് സമർപ്പിക്കും. ഇന്ന് വരുന്ന ഭക്തർക്കെല്ലാം രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരവും ഭക്ഷണവും അതുപോലെ കൊടുത്ത് അത് അവസാനിക്കും. പിന്നെ മണ്ഡലച്ചിറപ്പുണ്ട്. വൃശ്ചികത്തിലെ മണ്ഡലച്ചിറപ്പ് അയ്യപ്പൻ്റെ ഇതായിട്ട് വരുന്നതാണല്ലോ. അപ്പോൾ അതിനും ഇതുമാതിരി എല്ലാ ദിവസവും ചിറപ്പുണ്ട്. ഓരോരുത്തരുടെയും വഴിപാടായിട്ട് ചിറപ്പുണ്ട്. 41-ൻ്റെ അന്ന് ഇവിടെ അയ്യപ്പൻ പാട്ടും മറ്റു കാര്യങ്ങളും വരുന്നവർക്കൊക്കെ ഭക്ഷണം എല്ലാം കൊടുത്ത്
അതും അവസാനിക്കും. ഇനി പാതിരാക്കാട്ടുകാവ് ശ്രീ വനദുർഗാ ക്ഷേത്രത്തിലെ ഉത്സവത്തെക്കുറിച്ച് പറയാം. മേടമാസത്തിലെ പ്രതിഷ്ഠാദിന താലപ്പൊലി മഹോത്സവമായിട്ടാണ് ഈ ഉത്സവം ഈ ക്ഷേത്രത്തിൽ കൊണ്ടാടുന്നത്. 4 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ഉത്സവത്തിൽ പങ്കെടുക്കുന്നതിനായി നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും നിരവധി ഭക്തജനങ്ങളാണ് ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നത്. കേരള ക്ഷേത്ര സംരക്ഷണ സമിതി ദേവസ്വത്തിൻ്റെ കീഴിലുള്ള ഒരു ക്ഷേത്രമാണ് കളമശ്ശേരി പാതിരാക്കാട്ടുകാവ് ശ്രീ വനദുർഗ ക്ഷേത്രം. ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്നത് മേടമാസത്തിൽ ആയില്യം തുടങ്ങി ഉത്രനാൾ വരെയാണ്. ആയില്യം നാളിൽ ആയില്യം പൂജ ആണ് പ്രധാനപ്പെട്ട ഇതായിട്ട് തുടങ്ങുന്നത്. 2-ാം ദിവസം ദേവിയുടെ പിറന്നാൾ ദിനമായിട്ടുള്ള മകം ആണ്. അന്ന് രാവിലെ കലശപൂജ, ദ്രവ്യകലശം, ബ്രഹ്മകലശം തുടങ്ങി ഇതിന് ശേഷം ഉച്ചയ്ക്ക് 11 മണിക്ക് പൂമൂടലുണ്ടാവും. പൂമൂടൽ കഴിഞ്ഞ് മകൻ തുറലോട് കൂടിയിട്ട് ഉച്ചവരെയുള്ള പരിപാടികൾ അവസാനിക്കും. 3 മണിക്ക് കുഴിക്കാട്ടുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും പകൽപ്പൂരം ആരംഭിച്ച് മഹാഗണപതി ക്ഷേത്രം കൂടി 6-6:30 മണിക്കൂറുകൂടി ക്ഷേത്രത്തിൽ എത്തിച്ചേരും. അതിനുശേഷം തായമ്പക, പഞ്ചവാദ്യം എല്ലാം കഴിഞ്ഞതിന് ശേഷം 8 മണിക്ക് പുത്തലത്ത് ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും താലപ്പൊലി ആരംഭിക്കും. പുത്തലത്ത് ഭഗവതി പാതിരാക്കാട്ടുകാവ് ദേവിയുടെ അനിയത്തിയാണെന്നാണ് സങ്കല്പിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് താലപ്പൊലി ആഘോഷം വളരെ ഗംഭീരമായിട്ട് തുടങ്ങി ഏകദേശം 10-10:30 മണിയോട് കൂടിയിട്ട് ക്ഷേത്രത്തിൽ താലപ്പൊലി അവസാനിക്കും. അതിനുശേഷം പിറ്റേ ദിവസം പതിവ് പോലെ ചടങ്ങുകളൊക്കെ നടക്കും. 4-ാം ദിവസം ഉത്തരത്തിൻ്റെ അന്നാണ് ഭദ്രകാളി, മഹാദേവൻ, നരസിംഹമൂർത്തി എന്നിവരുടെ പ്രതിഷ്ഠാദനം നടക്കുന്നത്. ഉച്ചയ്ക്ക് വളരെ വിഭവസമർത്ഥമായിട്ടുള്ള സദ്യ, ഭക്തജനങ്ങളും സമീപ പ്രദേശത്തുള്ള നാനാജാതി മതസ്ഥരും പങ്കെടുക്കുന്നതായിട്ടുള്ള സദ്യയോട് കൂടിയിട്ട് നമ്മുടെ പരിപാടികൾ അവസാനിക്കും. പ്രത്യേകതകൾ കൊണ്ട് ഭാരതത്തിലെ ഏക ക്ഷേത്രമായ കളമശ്ശേരി പാതിരാക്കാട്ടുകാവ് ശ്രീ വനദുർഗാ ക്ഷേത്രത്തിലെത്തി ശൈവ, വൈഷ്ണവ, ശാക്തേയ, യക്ഷി ചൈതന്യങ്ങളുടെയും കലിയുഗവരദനായ ശ്രീ അയ്യപ്പൻ്റെയും വിഘ്നങ്ങൾ അകറ്റുന്ന മഹാഗണപതിയുടെയും ഭൂമിയുടെ അവകാശികളായ നാഗരാജാവ്, നാഗയക്ഷി, ബ്രഹ്മരക്ഷസ് എന്നിവരുടെയും സർവാനുഗ്രഹങ്ങളും വാങ്ങി ക്ഷേത്രസന്നിധി ഈ പുണ്യഭൂമിയിൽ നിന്നും വീണ്ടും ജൈത്രയാത്ര തുടരുന്നു. റേഷൻ കാർഡ് മീഡിയ ക്ഷേത്രസന്നിധിയുടെ പുതുമയുള്ള ക്ഷേത്രവിശേഷങ്ങളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ക്ഷേത്രസന്നിധിയിലമരുന്ന ഭഗവാനും ഭഗവതിയും സദാസമയവും അനുഗ്രഹം ചൊരിയുന്ന, സദാസമയവും അനുഗ്രഹം ചൊരിയുന്ന ക്ഷേത്രസന്നിധി